എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇത്ര നാളായല്ലേ ഈ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട്. ഓരോ പ്രശ്നങ്ങൾ കാരണം അത് ചാനൽ റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ഇടാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെ സ്പെഷ്യൽ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് റിലീസായ ഫാന്റസിയും കോമഡിയും റൊമാൻസും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ ഡ്രാമ കണ്ടാൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കാണാനായി പോകുന്നത് 2025 റിലീസായ ബോൺ അപ്പറ്റിറ്റ് യുവർ മജസ്റ്റി എന്ന വളരെ രസകരമായ ഒരു കൊറിയൻ കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ. ഒന്ന് ലൈക്ക് ചെയ്തും തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഉണ്ടാവണേ. കഥ തുടങ്ങുന്നത് ജോസിയൻ പീരീഡിലാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് രാജഭരണമൊക്കെ നിലനിന്നിരുന്ന സമയമില്ലേ, ഏതാണ്ട് അതേ കണക്ക് തന്നെ കൊറിയയില് രാജഭരണമൊക്കെ നിലനിന്നിരുന്ന ഒരു പീരീഡാണ് ജോസിയൻ പീരീഡ്. ആ ഒരു ടൈം ഒരു പെൺകുട്ടിയെ കുറച്ച് ഗാർഡ്സ് ഭയങ്കരമായി കെട്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. അവളുടെ പേര് ജിയങ് എന്നാണ്. ജിയങ്ങിനെ രാജാവിന്റെ അടുത്തേക്ക് ഇങ്ങനെ കെട്ടി വലിഞ്ഞു കൊണ്ടുപോകുന്ന ആ ടീം കണ്ടു നിന്നവരൊക്കെ ഓ ഇവൾ അങ്ങനെ ചെയ്തല്ലേ, എങ്കിൽ ഇവളെ കൊല്ലുക തന്നെ വേണമെന്നൊക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാജാവിന്റെ അടുത്ത് ജിയങ്ങിനെ എത്തിക്കുന്ന ടീം ഇവളെ കൊല്ലണം രാജാവ്, ഇവളെ കൊല്ലണമെന്ന് കൂടെ നിന്നവർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെങ്കിലും രാജാവായ ഹിയോൺ അവളെ ഒന്ന് നന്നായി നോക്കുന്നുണ്ട്. ഈ രാജാവിനെ നിങ്ങളൊന്ന് നന്നായി നോക്കി വെച്ചോ, കാരണം ഇതാണ് നമ്മുടെ കഥാനായകൻ. ആ താഴെ ഇരിക്കുന്ന പെൺകുട്ടി ജിയങ്ങാണ് നമ്മുടെ കഥാനായിക. അങ്ങനെ വേഗം കയ്യിലുള്ള വാളെടുത്ത് ഓങ്ങുന്ന ആ ഒരു ടൈം ഹിയോൺ, നീ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല എന്ന് പറയുന്ന ആ സമയം തന്നെ അവളെ ഇപ്പൊ വെട്ടു എന്ന് കരുതിയിരുന്ന എല്ലാവരുടെയും മുന്നിൽ ആ വാൾ ഓങ്ങി അവളുടെ കെട്ട് അറുത്ത് കളയാണ്. ഇനി മുതൽ നീ എന്റെ റോയൽ കിച്ചണിലെ ഹെഡ് ഷെഫ് ആണെന്ന് പറഞ്ഞ അവളെ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. അവളും ചുറ്റിനു നിന്നവരും അമ്പരന്ന് പോകുന്നു. അവളെ കൊല്ലാനായിട്ട് ആക്രോശിച്ചവർക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. തന്റെ ജീവൻ രക്ഷപ്പെട്ട് എന്ന സന്തോഷത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ജിയങ്ങിന് ഇവിടെ അങ്ങനെ കൊട്ടാരത്തിലെ ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചു ദിവസം ഇവിടെ ഇങ്ങനെ പറ്റി കൂടി നിൽക്കാം. ഇപ്പോഴേ അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ കൊല്ലാലോ, അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് എങ്ങനെയല്ല ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുപോലെ നല്ലൊരു പൊസിഷനിൽ ഒരു ജോലി അത് രാജകൊട്ടാരത്തിൽ കിട്ടിയിട്ടോ ഇവൾ ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് ചിന്തിക്കുന്നതെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണം അറിയാനായി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മുന്നേ നടന്ന ചില കാര്യങ്ങൾ കാണാം. ആക്ച്വലി ഈ ഒരു പഴയ കാലത്തിൽപ്പെട്ട ഒരാളെ അല്ല ജിയങ്. അവൾ മോഡേൺ കാലഘട്ടത്തിലെ അല്ലെ മോഡേൺ വേൾഡിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ നമ്മൾ അവിടെ വലിയൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതാണ് കാണുന്നത്. കാലം 2025 ആ ഒരു ടൈം അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർട്ടിസിപ്പൻസിൽ ഒരാളായിരുന്നു ജിയങ്. പക്ഷെ ആ മത്സരത്തിന്റെ ഇടയിൽ സ്റ്റൗ വർക്ക് ആവാതെ ജിയങ്ങിന്റെ കുക്കിംഗ് അവിടെ സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. ചുറ്റിനുള്ള ബാക്കി പാർട്ടിസിപ്പൻസ് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ജിയങ്ങിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു ടൈം അവൾ പെട്ടെന്ന് അവളുടെ ബുദ്ധിയിൽ കണ്ട ഒരു ഐഡിയ ചെയ്യുന്നു. അവൾ കുറച്ച് കച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് സെറ്റ് ചെയ്ത് അതിൽ തീ കൊളുത്തി അതൊരു സ്റ്റൗ ആക്കി മാറ്റി. അങ്ങനെ അവൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഡിഷ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് അവൾ ആ ഒരു ഡിഷ് ജഡ്ജസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ആക്ച്വലി ഒരു റോയൽ മീൽ കുക്ക് ചെയ്യുക എന്നതായിരുന്നു ആ കോമ്പറ്റീഷനിൽ ഇവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ജോസിയൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഹിയോൺ എന്ന കിങ്ങിന്റെ സാമ്രാജ്യത്തിലെ ഒരു പ്രത്യേക ടൈപ്പ് ഡിഷ് ആയിരുന്നു വെൻഷൻ ടീക്ക് ഡിഷ്. അതിനെപ്പറ്റി കേട്ട് മനസ്സിലാക്കി ആ ഒരു ഡിഷാണ് ഇവിടെ നമ്മുടെ ജിയങ് കുക്ക് ചെയ്തിരുന്നത്. എന്തായാലും അവളുടെ ഈ ഒരു ഡിഷ് തന്നെയാണ് അവിടെ വിജയിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടും അതിൽ പതറാതെ നല്ല രീതിയിൽ ആ ഒരു ഡിഷ് നല്ല ടേസ്റ്റോട് കൂടി അതിന്റെ ആ ഒരു ഒതന്റിസിറ്റി തന്നെ കുക്ക് ചെയ്തെടുക്കാനായി ജിയങ്ങിന് സാധിച്ചല്ലോ. അങ്ങനെ ഇതിൽ വിജയിച്ച ജിയങ്ങിന് ഇപ്പോ മിഷലിൻ 3 സ്റ്റാർ ഉള്ള ഒരു റെസ്റ്റോറന്റിലെ ഹെഡ് ഷെഫ് ആയിട്ടുള്ള നിയമനമാണ് ലഭിക്കുന്നത്. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത അച്ഛനെ അറിയിക്കാനായി ജിയങ് അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇപ്പോ അവളുടെ അടുത്തില്ല, അതുകൊണ്ട് ഫോൺ വഴി ഈ കാര്യം അറിയിച്ച് അച്ഛനെ കാണാൻ പോകാനും അവൾ തയ്യാറായിരിക്കായിരുന്നു. ആ ഒരു ടീം അച്ഛൻ അവളോട് പാരീസിലുള്ള അച്ഛന്റെ ഒരു സുഹൃത്ത് ജോസിയൻ കാലഘട്ടത്തിലെ ഒരു റെസിപ്പി ബുക്ക് അവളുടെ അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ട്, അത് അച്ഛന് വരുമ്പോ കൊണ്ടു തരണം എന്നും അറിയിക്കാണ്. അങ്ങനെ ആ ഒരു ബുക്കും അവൾക്ക് കൊറിയർ കിട്ടുന്നു. അതും എടുത്തുകൊണ്ട് നേരെ കൊറിയയിലേക്ക് അവൾ യാത്ര ഇരിക്കുകയാണ്. കാരണം അവൾ ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഫ്രാൻസിൽ എത്തിയിരിക്കുകയായിരുന്നു. ഇപ്പൊ തിരിച്ച് കൊറിയയിലേക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന ടൈം പൈലറ്റ് പറയുന്നുണ്ട് ഇപ്പൊ സൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണെന്ന്. അത് കേൾക്കുമ്പോൾ പാസഞ്ചേഴ്സ് ഒക്കെ തന്നെ അത് കാണാനായിട്ട് വിൻഡോയിലൂടെ നോക്കുന്ന ആ ഒരു ടൈം ജിയങ്ങിന്റെ തൊട്ടടുത്തിരുന്ന പാസഞ്ചർ അതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈം അയാളുടെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന കോഫി ജിയങ്ങിന്റെ ദേഹത്തേക്ക് വീഴുന്നു. അയാളാകട്ടെ ഒരു വിദേശിയായിരുന്നു. അവൾ ഇയാളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ വേഗം ടോയ്ലറ്റിലേക്ക് ചെന്ന് അദ്ദേഹത്തായ കോഫി ഒക്കെ തുടക്കുകയും ഒപ്പം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബുക്കിലും കോഫി വീണിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന് കൊണ്ട് കൊടുക്കാനായി അച്ഛന്റെ ഒരു പ്രൊഫസർ ഫ്രണ്ട് കൊടുത്തു വിട്ട ബുക്കല്ലേ, അപ്പൊ വേഗം തന്നെ അത് ക്ലീൻ ചെയ്യാനായി ബുക്ക് എടുത്ത് ഇങ്ങനെ തുടച്ചു നോക്കുന്ന ടീം അതിൽ റെസിപ്പീസ് ആണല്ലോ ഉള്ളത്. അവൾ ഒരു ഷെഫ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവളിങ്ങനെ ഓരോ പേജും മറിച്ച് വായിച്ച് അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും എന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന രീതിയിൽ ആ ബുക്ക് എഴുതിയ ആള് ഒരു കുറിപ്പ് അതിൽ അവസാനമായിട്ട് എഴുതി വെച്ചിരുന്നു. അവൾ അത് വായിച്ചു തീരുമ്പോഴേക്കും സൂര്യഗ്രഹണവും അവിടെ കംപ്ലീറ്റ് ആവുന്നു. ആ സമയം അവിടെ ആകെ മൊത്തത്തിൽ വലിയൊരു മാറ്റം നടക്കുന്നു. ആ ബുക്ക് തിളങ്ങുകയും അതിലുള്ള അക്ഷരങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയും അവൾ നിന്നിരുന്ന സ്ഥലം ഭയങ്കരമായി കുലുങ്ങുകയും അവൾ വല്ലാത്തൊരു മാജിക്കിൽ പെട്ട കണക്ക് എങ്ങോട്ടോ ചെന്ന് വീണിരിക്കുന്നത് മറ്റെവിടെയുമല്ല, ആ ബുക്ക് എഴുതപ്പെട്ടിരുന്ന ജോസിയൻ കാലഘട്ടത്തിലേക്കാണ്. ഒരു കാടിന്റെ നടുക്ക് അവിടെ മൃഗങ്ങളെ പിടിക്കാനായി സെറ്റ് ചെയ്തിരുന്ന ഒരു ട്രാപ്പ്
ട്രാപ്പിലേക്കാണ് അവൾ ഇപ്പോൾ ചെന്ന് വീണിരിക്കുന്നത്. അങ്ങനെയാണ് മോഡേൺ കാലഘട്ടത്തിൽ നിന്ന് ജിയങ് ഈ ഒരു ട്രഡീഷണൽ കാലഘട്ടത്തിലേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ സമയം തന്നെ ഇവിടെ കാട്ടില് വേട്ടയാടാനി വന്നിരിക്കുകയായിരുന്നു അവിടുത്തെ രാജാവായ ഹിയോന്റെ കൂടെ ഉണ്ടായിരുന്ന ചീഫ്. ലാസ്റ്റ് ഇതുപോലെ വേട്ടയ്ക്ക് ഹിയോൺ കാട്ടിൽ വന്ന ടീം റെബൽസ് ഹിയോണിനെ അറ്റാക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ വളരെ ആവലാതിയോടുകൂടി പറയുന്നുണ്ട്. വീണ്ടും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ആൾക്കൊരു പേടിയുണ്ട് രാജാവിന്റെ സേഫ്റ്റിയെ ഓർത്ത്. പക്ഷെ ഹിയോൺ അതൊരു പ്രശ്നമേ അല്ല. ഹിയോൺ അങ്ങനെ അവിടെ ഒരു മാനിനെ അമ്പ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് സങ്കടപ്പെടുത്തുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ഹിയോന്റെ മനസ്സിലേക്ക് ഇറച്ചെത്തുന്നുണ്ട്. അത് ഹിയോന്റെ അമ്മയെ ഹിയോന്റെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഗാർഡ്സ് പിടിച്ചു വലിച്ചു ഹിയോന്റെ അടുത്ത് നിന്ന് മാറ്റുന്ന ടീം. ഹിയോൺ അതിൽ പ്രതികരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൻ അപ്പോൾ അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ മനസ്സിലേക്ക് ഇരച്ചെത്തുന്ന ഹിയോൺ ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലുമാണ്. എന്തായാലും അവൻ ഏത് ആ അമ്പ് കറക്റ്റായി തന്നെ ആ മാനിനെ കുത്തുന്നുണ്ട്. ഇതേ ടീം രാജകൊട്ടാരത്തില് ഹിയോന്റെ മുത്തശ്ശിയൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. കാരണം ഇന്ന് സൂര്യഗ്രഹണമാണല്ലോ. ഈ ഒരു സമയത്ത് സാധാരണ എന്തെങ്കിലുമൊക്കെ റിലീജിയസ് ആയ ചടങ്ങൊക്കെ ചെയ്ത് പ്രാർത്ഥനയിൽ ഇരിക്കേണ്ടതാണ്. പക്ഷെ ഹിയോൺ അതൊക്കെ തെറ്റിച്ച് ഇപ്പൊ വേട്ടയാടാൻ പോയതിൽ അവർക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ട്. ആക്ച്വലി കൂടെയുള്ള ചീഫും ഈ റെബൽസ് എന്നൊക്കെ പറഞ്ഞ് ഹിയോണിനെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്കിയത് ഇവരുടെ രാജകൊട്ടാരത്തില് നാടിന് വേണ്ടി സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഒരു പൂജ ചെയ്യുന്നുണ്ട്. ആ പൂജയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ്. മുത്തശ്ശി ആയാലും ആ പൂജയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഹിയോണിനെ പറ്റി ഇവിടെ ദേഷ്യത്തില് പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റ് പ്രമുഖന്മാരും ഇതേ കണക്ക് തന്നെ ഹിയോൺ ഇങ്ങനെ ചെയ്യുന്നുള്ള മട്ടിൽ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഒരു പൂജയിൽ പങ്കെടുക്കുന്നത് ഹിയോണിനെ സംബന്ധിച്ച് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ മനഃപൂർവ്വം തന്നെ അതിൽ നിന്ന് ഹിയോൺ മാറി നിൽക്കുകയാണ്. അതിനൊരു എക്സ്ക്യൂസ് എന്ന രീതിക്കാണ് ഈ വേട്ടയാടാൻ ഹിയോൺ പോയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരം നടക്കുമ്പോൾ ഹിയോൺ മനഃപൂർവ്വം തന്നെ ലേറ്റ് ആയിട്ട് തിരിച്ച് കൊട്ടാരത്തിൽ പോകാൻ വേണ്ടി വേട്ടയാടി അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എന്നിട്ടും തിരിച്ചു പോവുക എന്നൊരു ആറ്റിറ്റ്യൂഡ് ഹിയോൺ കാണിക്കാതിരിക്കുമ്പോൾ മഹാരാജാവേ നമുക്ക് തിരിച്ചു പോകണ്ടേ, അവിടെ പൂജയിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഉണ്ടായിരുന്ന പടത്തലവൻ പറയുന്ന ഹിയോൺ അതിന് താല്പര്യം കാണിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുലദൈവം ദേഷ്യപ്പെടും. അവർ കോപിച്ചു കഴിഞ്ഞാൽ ഒരു കൊടൂര പ്രേതം കണക്ക് കുലദൈവം മാറുകയും അവർ രാജാവിനെ കൊല്ലാൻ എത്തുകയും ചെയ്യുന്നെല്ലാം പടത്തലവൻ പറയുമ്പോ പിന്നെ അത് ഒരു പെണ്ണ് ഒരു പ്രേത രൂപത്തില് എന്നെ കൊല്ലാൻ വരുന്നോ? ഒരിക്കലും നടക്കില്ല. എന്റെ വിധി ഞാനോ തീരുമാനിക്കുന്നില്ല. ഹിയോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇവിടെ ഇപ്പോ സൂര്യഗ്രഹണം നടക്കുന്നത്. മുന്നേ നമ്മൾ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ജിയങ് ആ ഒരു സൂര്യഗ്രഹണം നടന്ന സമയത്താണല്ലോ ടൈം ട്രാവൽ ചെയ്തത്. പക്ഷെ ഇവിടെ ഇപ്പോഴാണ് നമ്മൾ സൂര്യഗ്രഹണം കാണുന്നത്. എന്തായാലും കറക്റ്റ് ഈ ഒരു ടൈം തന്നെ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഒരു നരിയെ ഹിയോൺ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ കണ്ടപട തന്നെ അതിനെ ഞാൻ വേട്ടയാടാൻ പോണെന്നും പറഞ്ഞ് ഹിയോൺ നേരെ ആ നരിയുടെ പുറകിന് കുതിരപ്പുറത്ത് പോകുന്നു. അപ്പോഴേക്കും ടൈം ട്രാവൽ ചെയ്ത് ഈ കാട്ടില് മൃഗങ്ങളെ പിടിക്കാനായി ഇട്ടിരുന്ന നെറ്റില് കുടുങ്ങിക്കിടന്നിരുന്ന ജിയങ്ങിന് അപ്പോഴാണ് ബോധം വരുന്നത്. യോ ഞാനെന്താ ഇവിടെ? ഞാൻ ഫ്ലൈറ്റിൽ ബാത്റൂമിൽ നിൽക്കല്ലായിരുന്നോ? ഞാൻ ഇങ്ങനെ ഈ കാട്ടില് വലയിൽ വന്ന് വീണുന്ന് അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വീണ വീഴ്ചയിൽ അവളുടെ ബോധം പോയിരുന്നു. ഇപ്പോഴാണ് ആള് കണ്ണു തുറക്കുന്നത്. അവളിങ്ങനെ ഒന്നും മനസ്സിലാവാതിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു അമ്പ് പാഞ്ഞു വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് അത് അവളെ ഒന്നും ചെയ്തില്ല. എന്തായാലും ഇങ്ങോട്ടേക്കാണ് ആ ഒരു നരിയെ വേട്ടയാടി ഹിയോൺ എത്തിയിട്ടുണ്ടായിരുന്നത്. ഹിയോൺ ഏത് അമ്പിലൊന്ന് ഇപ്പൊ ജിയങ് കുരുങ്ങി കിടന്നിരുന്ന ആ ഒരു വല അറുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ താഴെ വീഴുന്ന അവൾ എന്തിവിടെ നടക്കുന്നു, ഞാനിത് എവിടെയാണ് എന്നൊന്നും മനസ്സിലാവാതെ അവിടെ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോഴേക്കും നരിയെ വേട്ടയാടി അങ്ങോട്ടേക്ക് ഹിയോൺ എത്തുന്നു. കുതിരപ്പുറത്ത് പഴയ കാലത്തെ ഈ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് അമ്പൊക്കെ ചെയ്തു വരുന്ന ഹിയോണിനെ കണ്ട് ജിയങ് ആകെ പേടിക്കുന്നുണ്ട്. ആരാ നീ? എന്ത് കോമാളിയെ കണക്കൊക്കെ വേഷം വെച്ച് ഇങ്ങനെ എന്നെ അമ്പ ചെയ്ത് കൊല്ലാൻ നോക്കുന്നതെന്നൊക്കെ ഇവൾക്ക് നേരെയാണ് ഹിയോൺ അമ്പ ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ച് അവന്റെ മുന്നിൽ പോയി കിടന്ന് ഷൗട്ട് ചെയ്യുന്ന ടീം. ഹിയോൺ ഇവളുടെ അടുത്തേക്ക് തന്നെ വരുന്നെന്ന് തോന്നുമ്പോൾ മര്യാദയ്ക്ക് അവിടെ നിന്ന് എന്റെ അടുത്തിട്ട് വന്ന പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ആളിപ്പോഴും 2025 കാലഘട്ടത്തിലാണ് എന്ന രീതിക്കാണ് ജിയങ്ങിന്റെ സംസാരം. ജിയങ് പറയുന്ന ഒന്നും തന്നെ ഹിയോണിന് മനസ്സിലാവുന്നില്ല. ആരാ നീ? എന്നെ കൊല്ലാൻ വന്ന ആ പ്രേതമാണോന്നല്ല, മുന്നേ ഒരു പെണ്ണിന്റെ പ്രേതം വന്ന് കൊല്ലൂന്നൊക്കെ പടത്തലവൻ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്ന ജിയങ് ഇവളെ കണ്ട് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ കൊല്ലാന്ന് ആരും വിചാരിക്കേണ്ട, ഞാൻ നിന്നെ കൊല്ലുന്നും പറഞ്ഞ് ജിയങ്ങിന് നേരെ ഹിയോൺ പായുമ്പോഴേക്കും അയ്യോ ഏതോ ഒരു വട്ടനാണല്ലോ ഇവനെന്നും പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ ജിയങ്ങും ഓടുന്നു. അങ്ങനെ ഓടി ഒരു മലയുടെ അറ്റത്തേക്ക് ജിയങ് വന്ന് നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് ഓടാൻ അവൾക്ക് സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ പിറകെ വരുന്ന ഇയാളിൽ നിന്ന് എങ്ങനെ രക്ഷയിടുമെന്ന് ചിന്തിച്ച് അവൾ പെട്ടെന്ന് ബാഗിൽ കൈയിടുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കുന്ന ഒരു ഡിവൈസ് കിട്ടുന്നുണ്ട്. തുടർന്ന് അത് കയ്യിലെടുത്ത് വെച്ച് ഒരടി എന്റെ അടുത്തേക്ക് വന്ന ഷോക്ക് അടുപ്പിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ജിയങ് അത് നേരെ നീട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഇത് കാണുന്ന ഹിയോൺ ഇവള് പ്രേതം തന്നെയാ, വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ കൈ വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, വേഷം തന്നെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ആകെ തെറ്റിദ്ധാരണയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഹിയോൺ കയ്യിലുള്ള അമ്പ് ചെയ്ത് അവളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ അമ്പ് അവളുടെ ബാഗിലാണ് കൊള്ളുന്നത്. ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും ജിയങ് എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന എനിക്ക് മാർഷൽ ആർട്സ് എല്ലാം അറിയാം, വെച്ചേക്കില്ല ഞാനെന്ന് പറഞ്ഞ് അവളിങ്ങനെ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റോട് കൂടി എന്താണ് ഈ പ്രേതം കാണിക്കുന്നതെന്ന് മറ്റില്ല ഹിയോൺ ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുന്ന ടീം. ഹിയോണിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇനി അവന്റെ കയ്യില് അമ്പൊന്നും തന്നെ ബാക്കിയില്ലാന്ന്. എന്തായാലും ആയുധം എന്തെങ്കിലും കയ്യിലില്ലാതെ ഈ പ്രേതത്തിന്റെ അടുത്ത്, അതും തന്നെ കൊല്ലാനായി വന്നിരിക്കുന്ന ഈ പ്രേതത്തിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഹിയോൺ വാളെടുത്ത് അറ്റാക്കാന്ന് കരുതി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ വേഗം തന്നെ പേടിക്കുകയും കയ്യിലുണ്ടായിരുന്ന ഷോക്ക് കൊടുക്കുന്ന ഡിവൈസ് എടുത്ത് ഓങ്ങുകയും ചെയ്യുന്നു. അത് നേരെ ഹിയോണിന്റെ വാളില് ടച്ച് ആവുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു കൈപ്പിടി തടിയുടേതായതുകൊണ്ട് തന്നെ അവന് ഷോക്ക് അടിക്കുന്നില്ല. എന്ത് അഭ്യാസം കാണിക്കുന്നതെന്ന് മട്ടില് അവൻ വേഗം ആ വാള് കൊണ്ട് അവളുടെ
കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് തട്ടി താഴെ ഇടുകയും ചെയ്യുന്നു. ഇനിയിപ്പോ തന്റെ കയ്യിൽ ഡിഫെൻഡ് ചെയ്യാൻ ഈ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. പെട്ടുപോയല്ലോ എന്ന് ജി ഇങ്ങനെ ആകെ പേടിയാവുന്നു. ജി ഇങ്ങനെ വെട്ടാനായി ഹിയോൺ വാൾ ഓങ്ങുമ്പോഴേക്കും അവളാകട്ടെ വേഗം ദൈവമേ എന്നെ രക്ഷപ്പെടുത്തി, ഭ്രാന്തന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമയം ആരോ ഹിയോണിന് നേരെ അമ്പ് ചെയ്യുന്നുണ്ട്. ആ അമ്പ് കറക്റ്റായി തന്നെ ഹിയോണിന്റെ നെഞ്ചത്ത് വന്ന് തറയ്ക്കുന്നുണ്ട്. തന്നെ റിബൽസ് അറ്റാക്ക് ചെയ്തു എന്ന് ഹിയോണിന് മനസ്സിലാവുന്ന ആ ഒരു സമയം തന്നെ ഇവൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ റെബൽസ് തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോ ഇവളും ആ റെബൽസിന്റെ കൂട്ടാളിയാകാമെന്ന് അവന് തോന്നുന്നുണ്ട്. എന്തായാലും അവൻ ആ ഒരു ചിന്തയിൽ അവളുടെ നേരെ നോക്കുന്നതും ശരീരത്ത് സാരമായി മുറിവേറ്റത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞങ്ങനെ രണ്ടുപേരും കൂടി അവർ നിന്നിരുന്ന മലയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് വീഴുകയാണ്. ഹിയോന്റെ ബോധം ആ സമയം പോകാറായിട്ടുണ്ടായിരുന്നെങ്കിലും ജിയങ്ങിനെ എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ വീഴുകയാണെന്ന്. അവൾ ആകെപ്പാടെ പേടിച്ചു. യോ കഥ കഴിഞ്ഞു എന്നൊക്കെ പേടിച്ച് അങ്ങനെ രണ്ടുപേരും താഴെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നത് നമുക്ക് കാണാം. ഇതേ ടീം ഹിയോണിനെ അന്വേഷിച്ച് പടത്തലവനും ഗാർഡ്സും ഒക്കെ അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷെ ഹിയോണിനെ അവിടെ കാണുന്നില്ലെങ്കിലും കുതിര അവിടെ നിൽക്കുന്നത് കണ്ട് ഹിയോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവർക്ക് ഒരുപക്ഷെ ഈ മലമുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ഹിയോൺ വീണിട്ടുണ്ടാകാമെന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഇതേ ടീം താഴേക്ക് വീഴുന്ന ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു മരക്കമ്പില് ജിയങ്ങിന്റെ ബാഗ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും നമുക്ക് കാണാം. ഇതേ ടീം നമ്മൾ മറ്റു രണ്ടുപേരെ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും രാജാവായ ഹിയോന്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഒരാൾ അവിടുത്തെ ഒരു ചീഫാണ്, മറ്റേ ആളുടെ മകനുമാണ്. ഇവർ രണ്ടുപേരും കൂടി എന്തായാലും ഹിയോണിനെതിരെ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം മകൻ അച്ഛനോട് ഹിയോണിന് ഫുഡ് ഉണ്ടാക്കുന്നവരെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞു വിട്ട് നമ്മുടെ ആളുകളെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കണക്ക് തന്നെ പോകുന്നു പറഞ്ഞ് ഇവർ ഹിയോണിനിട്ട് എന്തോ ഒരു വലിയ പണി ഹിയോൺ അറിയാതെ തന്നെ ഇവിടെ പ്ലാൻ ചെയ്യുന്നു. അപ്പോഴേക്കും മുന്നേ മലമുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടായിരുന്ന ജിയങ്ങിനെയും ഹിയോണിനെ നമ്മൾ കാണുമ്പോഴേക്കും ജിയങ്ങിന് ബോധം വന്നിരിക്കുന്നു. അവൾക്ക് എന്താണ് നടക്കുന്നതെന്ന് ആദ്യം ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ ടൈം ട്രാവലിന്റെ കാര്യമൊന്നും അപ്പോഴും അവൾക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും അപ്പോഴാണ് അടുത്ത് കിടക്കുന്ന ഹിയോണിനെ അവൾ ശ്രദ്ധിക്കുന്നത്. അവന്റെ നെഞ്ചില് അമ്പ് തറച്ചിരുന്നല്ലോ, അത് കണ്ട് ഞെട്ടുന്ന അവൾ അവന് ജീവനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാണ്. പക്ഷെ അവൻ ഇങ്ങനെ അനക്കില്ലാതെ കിടക്കുന്ന കാണുമ്പോ ഈ ഭ്രാന്തൻ എന്നെ കൊല്ലാനായിട്ട് നോക്കല്ലായിരുന്നോ, ഇവൻ കിടന്ന് ചാവട്ടെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും എന്തോ അവിടെ നിന്ന് അങ്ങനെ അവനെ ഇട്ടിട്ട് പോകാനായിട്ട് അവൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കുത്തിയിരുന്ന അമ്പൊക്കെ ഊരി മാറ്റി അവന്റെ മുറിവിന്ന് രക്തം അധികം വരാതിരിക്കാനായി ഇപ്പൊ ഒരു തുണി വെച്ച് കെട്ടിയൊക്കെ കൊടുത്ത് പോകാനായി ഒരുങ്ങുന്ന സമയത്തേക്ക് കണ്ണു തുറക്കുന്ന ഹിയോൺ അടുത്തിരിക്കുന്നവൾ തന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നവളാണെന്ന് ആ ഒരു തെറ്റിദ്ധാരണ അപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കയ്യിൽ അവശേഷിച്ച ഒരു ചെറിയ കത്തിയെടുത്ത് അവൾക്ക് നേരെ ഓങ്ങുന്നുണ്ട്. സത്യം പറ, ആരാ നീ ആ റെബൽസിന്റെ കൂടെ ഉള്ള ആളല്ലേ, നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്റെ അടുത്തേക്ക് എത്തിയത് എന്നെല്ലാം അവൻ ആക്രോശിക്കുമ്പോ നിങ്ങൾ എന്ത് ഈ പറയുന്നേ, ഞാൻ എന്തിനു നിങ്ങളെ കൊല്ലണം, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം, ആക്ച്വലി ഞാൻ എങ്ങനെ ഇവിടെ വന്നു പെട്ടെന്ന് പോലും എനിക്കറിയില്ല എന്നെല്ലാം അവള് പറയുമ്പോ ഞാൻ വേട്ടയാടാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് നീ അവിടെ വന്നതാ എന്നെ കൊല്ലാൻ വേണ്ടി, എനിക്ക് മനസ്സിലായി എന്നെല്ലാം അവനും പറയുന്നുണ്ട്. എന്തായാലും അവൾ വേഗം തന്നെ അവനെ തട്ടിമാറ്റി ആ കത്തി കൈക്കലാക്കി. അവൾ ഒരു ഷെഫ് ആയതുകൊണ്ട് തന്നെ അവളുടെ പ്രധാന പണിയായുധം ഈ ഒരു കത്തിയാണല്ലോ, അതുകൊണ്ട് ആ കത്തി എടുത്ത് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവൾ കത്തിയെടുത്ത് ഇങ്ങനെ കറക്കുന്നതൊക്കെ കാണുന്ന അവൻ ഇവൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം, ഇവളൊരു ട്രെയിൻഡ് കില്ലർ തന്നെയാണ് എന്ന് തോന്നി അവൾ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തിരിച്ച് അവൾ അറ്റാക്ക് ചെയ്യണം എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ അവിടെ പെരുമാറുന്നു. അങ്ങനെ ഇവർ തമ്മിൽ മൽപ്പിടുത്തോടെ നടക്കുന്നുണ്ട്. കത്തിക്ക് വേണ്ടി കത്തി കൈക്കലാക്കി അവളെ കൊല്ലണം എന്നതാണ് അവന്റെ ലക്ഷ്യം. ഇവൻ തന്നെ കൊല്ലുന്നതിന് മുന്നേ കത്തി കൈക്കലാക്കണം എന്നതാണ് അവളുടെ ലക്ഷ്യം. അങ്ങനെ കത്തിക്കായി അടിപിടി നടത്തുന്നതിന്റെ ഇടയിൽ ജിയങ് കത്തി കൈക്കലാക്കി ഇങ്ങനെ നിവരുന്ന ടീം അവളുടെ തല അവളെ പിടിക്കാനായി വന്നിരുന്ന ഹിയോന്റെ താടിയിലെ ശക്തിയിൽ തട്ടുകയും അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് തന്നെ തക്കൊന്ന് തോന്നുന്നു അവൾ വേഗം തന്നെ അവനെ അവിടെ കെട്ടിയിടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പോയാൽ ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. എന്തായാലും അപ്പോഴേക്കും കണ്ണു തുറക്കുന്ന ഹിയോൺ അപ്പോഴും അവൾ അവനെ കൊല്ലാൻ നോക്കുന്ന രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളെ ഞാൻ എന്തിനു കൊല്ലണം, അതിന്റെ ഒരു ആവശ്യം എനിക്കില്ലല്ലോ, എന്തായാലും ഈ കെട്ടി ഞാൻ മാറ്റില്ല, പിന്നെ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ആളനൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കിയിട്ട് പോകാന്ന് പറഞ്ഞു അവൾ ഹിയോണിനെയും കൂട്ടി അങ്ങനെ മുന്നോട്ട് നടക്കാണ്. അപ്പോഴും ഹിയോണിന് അവൾ തന്നെ കൊല്ലും എന്നുള്ള ആ ഒരു ചിന്തയാണുള്ളത്. അപ്പോഴേക്കും രാജാവ് മിസ്സിംഗ് ആയെന്ന കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു വാർത്ത രാജകൊട്ടാരത്തിലുള്ള ഒരു പെൺകുട്ടി അറിയുന്നതും അവൾ എന്തുകൊണ്ടായിരിക്കും ഹിയോൺ മടങ്ങി വരാഞ്ഞത് എന്ന ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവളുടെ പേര് മോക്ജു എന്നാണ്. ആക്ച്വലി മോക്ജു ഹിയോന്റെ കോൺക്യുബൈൻ ആണ്. അതായത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ അവരുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇതുപോലെ സ്ത്രീകളെ കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അതേ കണക്ക് ഹിയോന്റെ അടുത്ത് വന്നുപെട്ട ഒരാളാണ് മോക്ജു. മോക്ജുവിന് ആക്ച്വലി ഒരു വളരെ മോശമായ ഒരു പാസ്റ്റ് ഉണ്ട്. മോക്ജുവിനെ അവളുടെ കുട്ടിക്കാലത്ത് അമ്മ കാശിന് വേണ്ടി ഒരു പ്രമാണിയുടെ അടുത്ത് കൊണ്ടുപോയി വിൽക്കുകയും ആ പ്രമാണിയെ തന്നെ അവിടെ വെച്ച് മോക്ജു കൊന്ന് അങ്ങനെ മോക്ജു ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഹിയോന്റെ റോയൽ ഫാമിലിയിൽ പെട്ട ഒരാൾ മോക്ജുവിനെ ചെന്ന് കാണുന്നത്. അയാൾക്ക് രാജാവാകണം എന്നത് വലിയ ആഗ്രഹവും ആവശ്യവും അത്യാഗ്രഹവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന് അയാൾക്ക് നേരിട്ട് പക്ഷെ സാധിക്കില്ല. അതുകൊണ്ട് തനിക്ക് രാജാവാകാൻ ഇവളെ ഉപയോഗിക്കാം എന്ന രീതിയിൽ അയാൾ ജയിലിൽ കിടക്കുന്ന മോക്ജുവിനെ ചെന്ന് കണ്ട് ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടാ നിനക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താന്നൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത അയാളുടെ കൂടെ കൂട്ടുകയായിരുന്നു. എന്തായാലും മോക്ജു വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കാണുമ്പോഴേക്കും
വളർന്ന് വലിയൊരു പെൺകുട്ടിയായി ഇപ്പോ ഹ്യോന്റെ രാജകൊട്ടാരത്തിൽ അവന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കോൺക്യുബൈനായി നിൽക്കുകയാണ്. എന്തായാലും ഹ്യോൺ മിസ്സിംഗ് ആണെന്ന കാര്യം അറിയുമ്പോൾ മോക്ജൂന് ടെൻഷൻ ആവുന്നത് നമുക്ക് കാണാം. ഇതേ ടീം മോക്ജൂനെ ഇവിടേക്ക് കൊണ്ടുവന്നത് സിയോൺ എന്ന ഒരാളാണല്ലോ. സിയോൺ ഈ ഒരു റോയൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ഹ്യോണിനെ എങ്ങനെയെങ്കിലും പുറത്താക്കി രാജാവാകണം എന്നതാണ് സിയോണിന്റെ ലക്ഷ്യം. എന്തായാലും സിയോൺ കുറച്ച് പേരുമായി രഹസ്യമായി സംസാരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവരെയൊക്കെ ഹ്യോണിനെ കൊല്ലാനായി പറഞ്ഞു വിട്ടത് സിയോൺ ആണ് എന്നതും സിയോൺ തന്നെയാണ് ഹ്യോണിന്റെ ഇവിടുത്തെ നമ്പർ 1 ഒളിഞ്ഞിരിക്കുന്ന ശത്രു എന്നതും ഇവിടുത്തെ ഒരു വലിയ രഹസ്യമാണ്. അപ്പോഴേക്കും ആളെന്നൊക്കെ ഉള്ളൊരു സ്ഥലമാകുമ്പോൾ ഇവനെ കളയാവുന്ന രീതിക്ക് ഹിയോണിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ജിയങ് എത്ര നടന്നിട്ടും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലം മാത്രമാണ് കണ്ടോണ്ടിരിക്കുക. അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ, എല്ലാവരും എവിടെ പോയി എന്നൊക്കെ അവള് പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെയുള്ള ഒരുത്തനാകട്ടെ അവൻ വലിയ രാജാവാണെന്ന കണക്ക് ജോസ്യം കാലഘട്ടത്തിലെ വസ്ത്രമൊക്കെ ധരിച്ച് ചുമ്മാ അഭിനയിച്ചോണ്ടിരിക്കുക. നീ വല്ല സിനിമയിലെ ആക്ടർ ആണെങ്കിൽ സിനിമാ സെറ്റിലൊക്കെ അഭിനയിച്ചാൽ മതി, എന്റെ അടുത്ത് അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴും റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാനേ ഒരു രാജാവാ, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവനും തിരിച്ച് സംസാരിക്കുന്നു. പിന്നെ നിന്റെ ഈ പുളുവടി ആരും മൈൻഡ് ചെയ്യുന്നു എന്ന രീതിയിൽ അവൾ അപ്പോഴും അവൻ ഇഗ്നോർ ചെയ്ത് അങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുമ്പോഴേക്കും ഒരു വീട് കാണുന്നുണ്ട്. പഴയ മോഡൽ വീടായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കുറെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കാണുന്നില്ല. പക്ഷെ അവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കിയിട്ടിരിക്കുന്ന കാണുന്ന അവൾ ഇത് എന്ത് ഡ്രസ്സ്, ഇത് പഴയ മോഡൽ ഡ്രസ്സ്, ഇവിടെ എല്ലാവരും ഇതൊക്കെയാണോ ഇടുന്നതെന്ന് വിചാരിച്ച് എന്തായാലും താൻ ഇട്ടിരുന്ന ഡ്രസ്സ് ആകെ മുഷിഞ്ഞു മാറി ഇരിക്കുകയാണല്ലോ എന്ന രീതിക്ക് അവളുടെ ഡ്രസ്സ് മാറ്റി അവിടെ കണ്ട ഡ്രസ്സ് എടുത്ത് ഇടുമ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ജിയങ് കള്ളിയാണെന്ന് കരുതി അവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ജിയങ് തടയുന്നുണ്ട്. രാവിലെ തൊട്ട് ഞാൻ സഹിച്ച് മടുത്തു, ഞാൻ ആരെയും കൊല്ലാനും വന്നതല്ല, ആരെയും കക്കാനും വന്നതല്ല. ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എന്റെ മുഷിഞ്ഞ ഡ്രസ്സ് മാറ്റി അത് ഇട്ടു എന്നത് സത്യ എന്നും പറഞ്ഞ് നീ ഒരു പെണ്ണല്ല പിന്നെ മനസ്സിലാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ജിയങ് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. എന്തിവിടെ എല്ലാവരും ഈ പഴയ മോഡൽ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, ഇനി ഇത് ഫുള്ള് സിനിമാ സെറ്റ് വല്ലതും ആണോ എന്നൊക്കെ അവൾ സംസാരിക്കുമ്പോൾ സിനിമയോ അതെന്താണെന്ന് മനസ്സിലാവാതെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. എന്താ എല്ലാവരും അഭിനയിക്കാണോ, ഈ മോഡേൺ കാലഘട്ടത്തിലുള്ള ആർക്കും എന്താ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവൾ ശരി നിങ്ങളൊക്കെ പറയുന്ന കണക്ക് തന്നെ ഇത് പഴയ കാലഘട്ടമാണെന്ന് വിചാരിക്കാം, അല്ല ഇത് ഏത് കാലഘട്ടമായിട്ട് വരുമെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ഇത് ജോസിയൻ പീരീഡ് ആണെന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ട് അവളുടെ കിളി പോകുന്നുണ്ട്. കാരണം ജോസിയൻ പീരീഡ് കൊറിയൻസിനെ സംബന്ധിച്ച് അവരുടെ ഈ ഒരു മോഡേൺ 2025 കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് പഴയ കാലഘട്ടമാണ്. എന്തായാലും ഇവിടെ ഉള്ളവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കാതെ വിശപ്പിനുള്ള വല്ല വഴിയും നോക്കാന്ന് പറഞ്ഞവൾ വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ വല്ല ഉണ്ടോ എന്ന് ചോദിക്കുക, കഴിക്കാനൊന്നുമില്ല കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജിയങ് അവിടെ കുക്ക് ചെയ്യാനേ പോകുന്നുണ്ട്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ആ പഴയ കുക്കിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് തന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ കെച്ചപ്പ് എന്നിങ്ങനെ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അവിടെ നല്ലൊരു ഡിഷ് ജിയങ് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അവളും ആ പെൺകുട്ടിയും കൂടി അത് കഴിക്കാനിരിക്കുമ്പോഴേക്കും ഹിയോണിന് ബോധം വരുന്നു. ഹിയോണിന് വിശക്കുന്നുണ്ട്, പക്ഷെ ഫുഡ് ചോദിക്കാൻ ഒരു മടി. എന്തായാലും ഈ ഒരു ടീം അവിടെ ആ പെൺകുട്ടിയെ കാണുന്ന ഹിയോൺ ഇവിടെ ആരും ഇപ്പോൾ ഉണ്ടാവാൻ പാടില്ല, എല്ലാവരും ഇവിടുന്ന് മാറണമെന്ന് ഞാൻ ഓർഡർ കൊടുത്താണല്ലോ, പിന്നെന്താ നീ ഇവിടെയെന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വേട്ടയാടാനൊക്കെ വന്നതുകൊണ്ടാകാം ഈ ഒരു ഭാഗത്ത് നിന്ന് എല്ലാവരും അവിടെ താമസിക്കുന്നവരൊക്കെ മാറണമെന്ന് അവിടുത്തെ രാജാവ് നിർദ്ദേശം കൊടുത്തത് ഈ പെൺകുട്ടിക്ക് അറിയാം. പക്ഷെ അവൾ എന്തോ കാര്യം കൊണ്ട് അവിടുന്ന് മാറാതെ അവിടെ നിന്നാണ്. എന്തായാലും അവൾക്ക് ഇത് കേൾക്കുമ്പോൾ അവിടുത്തെ രാജാവിനെ നേരിട്ട് അവൾ കണ്ടിട്ടില്ലെങ്കിലും ഇത് രാജാവാണോ എന്നൊരു ഡൗട്ടിൽ അവൾ സംസാരിക്കുമ്പോഴേക്കും നിങ്ങളുടെ രാജാവും പ്രജയും അഭിനയൊക്കെ സെറ്റ് മതി, ഇവിടെ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഫുഡ് കഴിക്കാനായി ഹിയോണിനെ നിർബന്ധിക്കുന്നു. ഹിയോണും ഓൾറെഡി വിശന്നിരിക്കുകയായിരുന്നല്ലോ, അവന്റെ വിശപ്പ് മനസ്സിലാക്കി തന്നെ അവന് ചോദിക്കാൻ മടിയുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അങ്ങനെ ഫുഡ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അല്ല നീ എന്റെ ശത്രുവല്ലേ, ഇത് നീ വല്ല വിഷം വെച്ചിട്ടില്ലെന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അവൻ ജാടയിടുമ്പോൾ അവൾ അത് കഴിച്ചു കാണിക്കുന്നുണ്ട്. തുടർന്ന് അവനും ആ പെൺകുട്ടിയും അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടീം രണ്ടുപേർക്കും എരിച്ചിട്ട് വയ്യ. പഴയ കാലഘട്ടത്തിൽ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും അവർ കഴിച്ചിട്ടില്ലെങ്കിലും വായി വെച്ച ആ ഒരു എരിവ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഫുഡിന് എന്നവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും അത് ആസ്വദിച്ച് ഹിയോൺ അങ്ങനെ ജിയങ് കൊടുക്കുന്നത് കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ കഴിക്കുന്ന ടീം അവന്റെ വിശപ്പും മാറുന്നു, മനസ്സും നിറയുന്നു. ഒപ്പം പണ്ട് കുട്ടിക്കാലത്ത് അമ്മ അവന് ഫുഡ് ഊട്ടി കൊടുത്തതാണ് അവന് ഓർമ്മയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇത് കാണുന്ന ജിയങ് ആകട്ടെ എരിവ് കൂടിയതുകൊണ്ടാണ് ഇവനിങ്ങനെ കരയുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ് പതിയെ അവൻ അവിടെ മയങ്ങുമ്പോഴേക്കും പുറത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവന് തണുക്കുന്നു തോന്നുന്ന ജിയങ് അവനോട് ഒരു കെയർ കാണിക്കുന്ന കണക്ക് ഒരു കമ്പിളി എടുത്ത് പുതപ്പിച്ച് ആ പെൺകുട്ടിയുടെ കൂടെ അവിടെ ഒരു സ്ഥലത്തിന്റെ ബാഗ് മിസ്സായി, നമുക്കത് എടുക്കാൻ പോകാന്ന് പറഞ്ഞ ആ പെൺകുട്ടിയും കുട്ടി അങ്ങനെ നടന്നു പോകുമ്പോൾ ജിയങ് സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ആരായിരിക്കും ഇവൾ, എന്തുകൊണ്ടാണ് ഇവളെ കാണുമ്പോഴൊക്കെ എന്റെ അമ്മയുടെ കെയറും സ്നേഹവും എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് എന്നിങ്ങനെ ചിന്തയിൽ തന്നെ അവൻ അവിടെ ഇങ്ങനെ കിടക്കണം. അവൻ അപ്പോഴും കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. എന്തെങ്കിലും അപ്പോഴേക്കും ബാഗ് എടുക്കാൻ ജിയങ്ങും ആ പെൺകുട്ടിയും അവിടെ നിന്ന് ജിയങ്ങിന്റെ കളഞ്ഞുപോയ ബാഗ് എടുക്കാനായി ആ ഒരു വെള്ളത്തിന്റെ അവിടേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ആക്ച്വലി ഇവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ആണെന്നാണ് ആ പെൺകുട്ടി വിചാരിച്ചത്. അവൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ ഹസ്ബൻഡൊന്നും അല്ലാന്ന് ജിയങ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ വെള്ളത്തിന്റെ അവിടെ എത്തി ജിയങ് അവളുടെ ദേഹത്തൊക്കെ ആയ പൊടി അഴുക്കൊക്കെ ഇങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ ഓരോന്ന് സംസാരിച്ച് കഴുകിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും ഹിയോൺ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ വീടിന്റെ അവിടേക്ക് ഹിയോണിനെ അന്വേഷിച്ച് ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ രാജാവിനെ കണ്ടെത്തി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ എന്നോട് ഈ കാണിച്ചതിനൊക്കെ അവൾ വെറുതെ വിടാൻ പാടില്ലാന്ന് ജിയങ്ങിനെ പറ്റി ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്ന ഹിയോൺ അവരെ കണ്ടുപിടിക്കാനായി ആളുകളോട് പറയുകയും ഇവരെല്ലാം അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ആ വീടിന് തീ കൊളുത്തി വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളത്തിന്റെ അവിടെ ഇരുന്ന് ജിയങ്ങും ആ പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് അടുത്തോടെയാണ് നമ്മുടെ രാജാവായ ഹിയോൺ ആളുകളുമായി പോകുന്നത്. ആക്ച്വലി ആരാണ് അതുവഴി പോകുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ആരൊക്കെയോ പോകുന്നുണ്ട്, സഹായത്തിന്
അവരെ വിളിക്കാവുന്ന രീതിയിൽ കുറേ നേരം കൂടി ആൾക്കാരെ അന്വേഷിച്ച് നടന്ന് ഒടുക്കം ആരെയോ കണ്ടു കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ സഹായം ചോദിക്കാനേ ജിങ് ഒച്ചയിടുമ്പോൾ അത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ഹിയോണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. എന്താകും ജിയങ്ങിന്റെ അവസ്ഥയെന്ന് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.